ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് ഉത്തരവുണ്ടാകില്ല എന്ന് വിധി വന്നിരിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയാൽ ഇതിലെ സർക്കാർ പുറത്തുവിടാത്ത പേജുകൾ പുറത്തു വരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇന്ന് ഉത്തരവുണ്ടാകില്ല എന്ന് റിപ്പോർട്ട് വരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം സലീം മാലിക് കൂടി ചേരുന്നു. സലീം മാലിക്, ഇന്ന് ഉത്തരവ് കാണില്ല എന്ന് വന്നത് എന്ത് കാരണത്താലാണ്? അല്ല, പരാതിക്കാരൻ ആരാണെന്ന് അറിയില്ല. അത് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ. അതിനി ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കത് ഇനി എന്താണ് ഉത്തരവെന്നുള്ളത് ഇനി കിട്ടിയാലേ നമുക്ക് അറിയാവൂ. എന്താണ് അവരുടേത്, ആരാണ് പരാതിക്കാരൻ, എന്താണ് പരാതി എന്നൊക്കെ ഉള്ളത് അറിയില്ല. ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് ഒരു പരാതി കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ആ പരാതിയും കൂടെ ലഭിച്ച ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രമേ അത് തീരുമാനമാകൂ എന്നാണ്. അല്ല, സാംസ്കാരിക വകുപ്പ് നമുക്ക് അന്ന് കമ്മീഷൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾ 33 പാരഗ്രാഫുകൾ കമ്മീഷൻ അത് വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ട് ഒഴിവാക്കിയിരുന്നു. അതിനുശേഷമുള്ളത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒഴിവാക്കാം, വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാം എന്നൊരു ക്ലോസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവിൻ്റെ മറവിൽ, ഈ ഒരു നിർദ്ദേശത്തിൻ്റെ മറവിൽ ഏകദേശം 101 പാരഗ്രാഫുകൾ സർക്കാർ സ്വമേധയാ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞ് 233 പേജുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതും. അതിൽ 3 രൂപ വെച്ച് അടച്ച ശേഷം നിങ്ങൾ റെസിപ്റ്റും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ നടി രഞ്ജിനിയുടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സർക്കാരിൻ്റെ ഒഴിവാക്കൽ പട്ടികയിൽ ഇല്ലാതിരുന്ന പേജുകൾ 11 പേജുകൾ, അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകളിലെ 11 പാരഗ്രാഫുകൾ അപേക്ഷകരായി ഞങ്ങളെ അറിയിക്കാതെ ഒരു സർക്കാർ ഈ വിവരാവകാശ കമ്മീഷൻ്റെ പോലും ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ ഇവർ ഒഴിവാക്കിയായിരുന്നു. അങ്ങനെയാണ് അപ്പീൽ പോകുന്നത്. അല്ല, അപ്പോൾ അന്ന് ഈ പറയുന്ന ഹിയറിംഗ് വെച്ചു. അന്ന് നമ്മുടെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥ സുഭാഷിണി മേഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പീൽ അധികാരിയായ സന്തോഷ് സാർ ഉണ്ടായിരുന്നു. അന്ന് കമ്മീഷനെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് അപേക്ഷകരെ അറിയിക്കാതെ ഒഴിവാക്കിയതെന്ന്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത്, സർ ആ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, പക്ഷേ വേണമെങ്കിൽ അപേക്ഷകരോട് മാപ്പ് പറയാം എന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ അന്ന് കമ്മീഷൻ ആ മാപ്പ് നിർദ്ദേശം തള്ളി. മാപ്പ് പറയേണ്ട, അപ്പോൾ ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 11 പാരഗ്രാഫുകളിൽ വ്യക്തിഗത വിവരങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടെ, ഞങ്ങൾക്കത് ആവശ്യമില്ല. പക്ഷേ സർക്കാർ ഒരു കാരണവും ഇല്ലാതെ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരുന്നു. കമ്മീഷൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച ശേഷമാണ് അതിൽ 33 പാരഗ്രാഫുകൾ മാത്രമാണ് പ്രശ്നമുള്ളതായി കണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ വായനയിൽ അതൊരു 101 പാരഗ്രാഫുകളായി കണ്ടതോടുകൂടി ഞങ്ങൾ പറഞ്ഞു ഈ 11 + 101 പാരഗ്രാഫുകൾ, ഏകദേശം 112ഓളം പാരഗ്രാഫുകൾ കമ്മീഷൻ ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷമാണ് കമ്മീഷൻ വീണ്ടും ഈ പെൻഡ്രൈവും CD-യും അടക്കമുള്ള വിവരങ്ങൾ വീണ്ടും സർക്കാരിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കമ്മീഷന് ഹാജരാക്കണമെന്നും. ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ റിപ്പോർട്ട് പോലും കമ്മീഷന് നൽകാൻ തയ്യാറായിരുന്നില്ല. സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളത് കമ്മീഷൻ പറഞ്ഞപ്പോൾ കൊടുത്തു. അല്ല, അങ്ങനെയല്ല. കമ്മീഷൻ ഇതൊരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടി സർക്കാരിൽ നിന്ന് ഈ റിപ്പോർട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് തന്ന കമ്മീഷൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ കമ്മീഷൻ ഇത് സർക്കാരിൽ നിന്ന് പിടിച്ചു എടുക്കുകയായിരുന്നു. അതിനുശേഷം കമ്മീഷന് ഇവർ CD-യും പെൻഡ്രൈവുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹിയറിങ്ങിൽ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് പെൻഡ്രൈവും CD-യും അടങ്ങിയ സമ്പൂർണ്ണ റിപ്പോർട്ട് എന്താണോ നിങ്ങൾ പോലീസിന് കൊടുത്തത് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധിച്ച ശേഷം ഇന്ന് ഒരു ഉത്തരവുണ്ടാകും എന്ന് ഞങ്ങളെ അറിയിച്ചത്. അതിലിനി എത്ര പാരഗ്രാഫുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്തൊക്കെ വിവരങ്ങളാണ് തരാനെന്നൊന്നും അറിയില്ല. അല്ല, അത് അവർ പറയുന്നത് ഈ 11 പാരഗ്രാഫുകൾ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. പക്ഷേ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥ പിഴവുണ്ടായി, അതിൽ മാപ്പ് അപേക്ഷിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ ആ ഒരു മാപ്പപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ കേട്ട പ്രതികരണം അത് ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ്റെതാണ്. അതിലെ ഒരു പരാതിക്കാരൻ, അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും അതിന് പിന്നാലെ ഈ കമ്മീഷൻ നൽകിയ ഈ സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പൂർണ്ണമായും പുറത്തുവിടാം എന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്ന പൂർണ്ണമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതിനു പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് ചില പാരഗ്രാഫുകൾ മനഃപൂർവ്വമായി ഒഴിവാക്കിയെന്ന വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോൾ നമ്മൾ കണ്ട
പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ചിലർ അപ്പീലുമായി പോവുകയായിരുന്നു. അപ്പീലിന് ശേഷം പലതവണ അദാലത്ത് വിളിച്ചു. അദാലത്തിൽ കൂടി വിഷയം സൂചിപ്പിക്കുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് ഒരു ഉത്തരവുണ്ടാകും. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിവെച്ച പേജുകൾ പുറത്തു വരും എന്ന് വിവരാവകാശ കമ്മീഷന്റെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇവിടെ 11 മണിയോടുകൂടി അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തു വരും. അതിന് തൊട്ടു പിന്നാലെ സാംസ്കാരിക വകുപ്പ് ആ വിവരങ്ങൾ കൂടി പുറത്തുവിടും എന്ന വിവരം ലഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇവിടെ വന്നതിന് ശേഷം അല്പസമയത്തിനകം ഉത്തരവുണ്ടാകുമെന്നായിരുന്നു ഈ സമയം വരെയും പറഞ്ഞത്. അതിനുശേഷം അപ്രതീക്ഷിതമായ ഒരു പരാതിക്കാരന്റെ എൻട്രി, അതിനുശേഷം തൽക്കാലം ഇന്നില്ല, ഉത്തരവ് ഇന്നില്ല എന്നൊരു വിവരം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ വഴി മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കം മുതൽ കാണുന്നതാണ് ടെസ്റ്റുകളും ടേണുകളും. ഇപ്പോൾ പുറത്തുവിടുമെന്ന് പറയുന്നു, അതിനുശേഷം പിന്നീട് അത് പുറത്തുവിടാതെ വൈകിപ്പിക്കുന്നു, പിന്നാലെ കോടതി കയറുന്നു, വീണ്ടും പരാതിക്കാർ രംഗപ്രവേശം ചെയ്യുന്നു, അതിന് പിന്നാലെ പരമാവധി ഇടപെടലുകൾ അത് പുറത്തുവിടാതിരിക്കാൻ നടത്തുന്നു. അതിനുശേഷം കോടതിയുടേതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകുന്നു. ആ തീരുമാനം വന്നതിന് ശേഷവും വല്ലാതെ വൈകിപ്പിച്ചതിന് ശേഷം ഒടുവിൽ സകല നിയമ പോരാട്ടങ്ങൾക്കും ശേഷം സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, നമ്മൾ ആരാധിക്കുന്ന താരബിംബങ്ങളുടെ ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴും വിധത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ അറിയുന്നു അതിൽ പുറത്തുവിടണമെന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് പേജുകൾ ഒഴിവാക്കിയിരിക്കുന്നു. പുറത്തുവിടണമെന്ന് നിർദ്ദേശിച്ചിരുന്ന പേജുകളിൽ ചിലത് സർക്കാർ മനഃപൂർവ്വം പൂഴ്ത്തി എന്നറിയുന്നു. അതിന് പിന്നാലെ അതിൽ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അത് പൂഴ്ത്തിയതെന്ന് പറയുമ്പോൾ വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നൊരു ന്യായം പറഞ്ഞ് സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അത് ഉദ്യോഗസ്ഥരെ കൃത്യമായി പുറത്തുവിടുന്ന പേജുകൾ അറിയിച്ചില്ല, അതിൽ ക്ഷമാപണം നടത്താമെന്ന് പറയുന്നു. അതിനുശേഷം അങ്ങനെ വിചിത്രമായ മറുപടികൾ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയാണ് അത് പിന്നീട് വീണ്ടും ഹേമ കമ്മിറ്റി നിയമ നടപടിയിലേക്ക് പോകുന്നത്. ആ വിഷയം നിയമ നടപടിയിലേക്ക് പോയി വിവരാവകാശ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് അത് സംസാരിച്ച് അതിനൊടുവിൽ പരാതികൾ കൊടുത്ത് അപ്പീൽ കൊടുത്ത് അതിൽ അദാലത്തിന് പങ്കെടുത്ത് ഏറ്റവും